ഹലോ ഫ്രണ്ട്സ്, ഇതാണ് ദുബാര എലഫന്റ് ക്യാമ്പ്. കൂർഗിലുള്ള ദുബാര എലഫന്റ് ക്യാമ്പ്. ഒരു മിനിറ്റ്. അപ്പം നമ്മൾ ദുബാര എലഫന്റ് ക്യാമ്പിലുള്ളത് ഈ ബസ് സ്റ്റോപ്പിൽ. ഞാനിപ്പോൾ ബസ് ഇറങ്ങിയതുള്ളൂ. ഈ ബസ് സ്റ്റോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഈ ബസ് സ്റ്റോപ്പിൽ പല ഇവിടുത്തെ ടൂറിസ്റ്റ് അട്രാക്ഷനൊക്കെ എന്ത് ചെയ്തു, ഇവിടെ പോസ്റ്ററായിട്ട് കൊടുത്തിട്ടുണ്ട്. ബേർഡ് മാൻ ഓഫ് കൂർഗ്, ദുബാര എലഫന്റ് ക്യാമ്പ്. പിന്നെ ഇത് കണ്ടോ നിങ്ങൾ, ഓരോരോ ഇവിടുത്തെ ഓരോ റിവർ റാഫ്റ്റിങ്, ഇതൊക്കെ എന്ത് ചെയ്തു ഈ ബസ് സ്റ്റോപ്പിൽ ഒരു ഫ്ലക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലത്ത് പോലെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കിപ്പോൾ ഒരു സ്ഥലം പോയി നമുക്ക് അവിടുത്തെ ടൂറിസ്റ്റ് ലൊക്കേഷൻ ഒന്നും അറിയില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗൂഗിളിൻ്റെ ശരി തന്നെയാണ്, പക്ഷേ ഗൂഗിളിൽ ഇപ്പോൾ അറിയപ്പെടാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ ഇതേപോലുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്താൽ, അതൊരു ബസ് സ്റ്റോപ്പിലേക്ക് കൊടുത്താൽ വളരെ ഹെൽപ്ഫുള്ളാണ്. ഇതിപ്പോൾ ഓരോ സ്ഥലങ്ങളാണെങ്കിൽ 12 കിലോമീറ്റർ അവിടെ ഉണ്ട്, ഡാം ഉണ്ട്, അബേ ഫോൾസ് ഉണ്ട്, അങ്ങനെ തലക്കാവേരി ഉണ്ട്, ഗോൾഡൻ ടെമ്പിൾ ഉണ്ട്. ഗോൾഡൻ ടെമ്പിൾ നമ്മളിപ്പോൾ രാവിലെ പോയിട്ട് വന്നു. അതുപോലുള്ള ഓരോ സ്ഥലങ്ങളൊക്കെ എന്ത് ചെയ്തു ഇവിടെ അതിൻ്റെ കിലോമീറ്ററും ഫോട്ടോസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇവിടെ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ദുബാര എലഫന്റ് ക്യാമ്പ് ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ആക്ച്വലി ഇത് ഞാനിപ്പോൾ കുശാൽ നഗറിൽ നിന്ന് ഏകദേശം ഒരു 17-18 കിലോമീറ്ററോള് ബസ്സിൽ വന്നിട്ട് ഇവിടെ ഇതിൻ്റെ മുന്നിൽ തന്നെ നമുക്ക് എന്താ ബസ് ഇറങ്ങാം. പക്ഷേ ഇത് കുറച്ച് ഉള്ളോട്ട് പോകാനുണ്ട്, ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകത്തേക്ക് പോകാനുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എത്തി. ഇതാണ് ദുബാര എലഫന്റ് ക്യാമ്പ്, അതിൻ്റെ ഫ്രണ്ട് സൈഡാണിത്. വൈകിട്ട് രാവിലെ ഒരു 9 മണി മുതൽ രാവിലെ വരണം. രാവിലെ 8-9 മണിക്കെല്ലാം വന്ന നല്ല കാഴ്ചകൾ കാണാം നമുക്ക്. ഇപ്പോഴല്ല, മഴ വന്ന് ഒന്ന് പോയ സമയത്ത് വരിക. ഇതിപ്പോൾ ഒരു 6 മണിയാവുന്നതോടുകൂടി ഇത് ക്ലോസ് ചെയ്യും. പിന്നെ അങ്ങോട്ടേക്ക് എൻട്രി ഇല്ല. ഞാൻ ഏകദേശം വൈകുന്നേരം ഒരു 5 മണിക്ക് എത്തിയത്. ഏകദേശം നമുക്ക് സമയം തീരാനായി. നിങ്ങൾ കണ്ട, ഇതൊക്കെ ഇപ്പോൾ വെള്ളം കുറവാണ്. ഇപ്പോൾ എളുപ്പത്തിൽ ആർക്കും നടന്നു പോവാം. ഇപ്പോൾ പാറക്കല്ലൊക്കെ കാണാം. കുറച്ച് ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട്, ഹോട്ട് സീസൺ ആയതുകൊണ്ട് മഴ കുറവാണ്, വെള്ളം കുറവാണ്. ഞാൻ ആക്ച്വലി മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 5-6 കൊല്ലം മുമ്പ്. അന്ന് നല്ല മഴ എന്താ പറയുക, മഴ വന്ന ശേഷമുള്ള സമയത്തായിരുന്നു ഞാൻ പോയത്. അന്ന് ഇവിടെയൊക്കെ വഴുകിയിട്ട് ഞാൻ നടന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ടായിരുന്നു. വഴുകിയിട്ട് ഞാൻ വീട്ടായിരുന്നു, അത്രയും വഴുക്കുണ്ടായിരുന്നു. ഈ പാവിയൊക്കെ പിടിച്ചിട്ട് നല്ല റിവർ റാഫ്റ്റിംഗ് ഒക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും. നല്ല വെള്ളമായിരിക്കും. ഇതിൻ്റെ മുകളിലെ കൂടെ ഒക്കെ തന്നെ വെള്ളം ഒഴുകിയിട്ടുണ്ടാവും. അന്ന് നല്ല വഴുക്കോടുകൂടി എന്താ പറയുക, ചെരുപ്പൊക്കെ അഴിച്ചിട്ടായിരുന്നു നടന്നത്. ഇപ്പോഴാണെങ്കിൽ വെള്ളമില്ല. അപ്പോൾ വെള്ളമില്ലാത്ത ആ ഒരു അവസ്ഥയാണിത്. എന്നാലും കുറച്ച് വെള്ളങ്ങളുണ്ട്, കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം. പിന്നെ അകത്തേക്ക് പോകാം. അവിടെ എലഫന്റ് ക്യാമ്പ് ഉണ്ട്. ഏകദേശം ഒരു 120 റുപ്യാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നു. 120 റുപ്യേൻ്റെ ആവശ്യമൊന്നുമില്ല അല്ലേ. എന്തായാലും 120 റുപ്യ ടിക്കറ്റ് ആണെന്ന് തോന്നുന്നു. 120 രൂപ ടിക്കറ്റ് ചാർജ് വരും. ഓക്കെ, എനിവേ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ട് കുറച്ച് നടക്കാം. അങ്ങോട്ട് കുറച്ച് നടന്നാൽ എന്ത് ചെയ്യും, എലഫന്റ് ക്യാമ്പിലേക്കുള്ള എൻട്രി പാസ് അവിടെ നിന്ന് കിട്ടും. ആൾക്കാർ വന്നും പോവും ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ തിരക്ക് തന്നെയാണ് ഇവിടെ. നല്ല ഒരു ബിസിനസ്, അവരെങ്ങനെയാണ് ഒരു ടൂറിസം രംഗത്തെ കൂടി ബിസിനസ് ആക്കുക, അതാണ് നമുക്ക് കൂർഗ് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഈ ദുബാര എലഫന്റ് ക്യാമ്പ് നമുക്ക് കാണിച്ചു തരുന്നത്. കാരണം 120 റുപ്യ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ദിവസം എത്ര പേര് വരും, ഒരുപാട് പേര് വരും അല്ലേ. ഒരുപാട് പേര് വന്നിട്ട് കാണാൻ പറ്റുന്ന ഒരു ഡെസ്റ്റിനേഷനാണിത്. അപ്പോൾ ഒരു ടൂറിസം രംഗത്തെ ഒരു സ്ഥലത്തെ ലൊക്കേഷനെ വളരെ മനോഹരമായ രീതിയിൽ ടൂറിസം വരുമാനമാക്കി മാറ്റുക എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ദുബാര എലഫന്റ് ക്യാമ്പിലേക്ക് കൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിക്കും കേരളം മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമാണത്. കൂർഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടൂറിസം ഡെസ്റ്റിനേഷനാണ്. ഒരുപാട് ടൂറിസം സ്ഥലങ്ങളുണ്ട്. കാപ്പിത്തോട്ടങ്ങളായാലും, വൈൽഡ് സഫാരി ആണെങ്കിലും, ജംഗിൾ സഫാരി, ഇതിലേക്കൂടെയൊക്കെ മേക്കിംഗ് മണിയാണ് ചെയ്യുന്നത് ശരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് മുന്നോട്ട് നടന്നിട്ട് അവിടെ എന്ത് ചെയ്യാം, പാസ് എടുത്തിട്ട് അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. ഓക്കെ. ഈ പാറക്കല്ലിൻ്റെ മുകളിലേക്ക് കൂടി ഇപ്പം നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ വെള്ളമില്ല.
വള്ളൂല സമയത്താണെങ്കിൽ ഈ പാറക്കല്ല് കാണൂല, ഇതിലൊക്കെ പാവിയായിരിക്കും, നല്ല വഴുക്കായിരിക്കും. ആ വഴുക്കില്ലാത്ത സ്ഥലത്ത് ചെറിയ ചെറിയ സ്റ്റെപ്പ് വെച്ചിട്ട് നമ്മൾ നടക്കുക. ഞാൻ മുമ്പ് നടന്ന ഓർമ്മ എനിക്കുണ്ട്, ഞാൻ പറഞ്ഞില്ലേ മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം പ്രശ്നമില്ല, ഇപ്പോൾ വളരെ സിമ്പിളായി നമുക്ക് നടക്കാം, അപ്പുറത്താം. പക്ഷേ നമുക്ക് ഇവിടെയുള്ള വെള്ളത്തിന് ഉണ്ടാവില്ല, ആ കാഴ്ചകളൊക്കെ കുറവായിരിക്കും. റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാം. റിവർ റാഫ്റ്റിങ്ങിൻ്റെ ബോട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ ആൾക്കാരോട് ചോദിച്ചാൽ പൈസയും കൊടുത്താൽ റിവർ റാഫ്റ്റിംഗ് ഒക്കെ ചെയ്യാം. കാവേരി നദിയിലെ കൂടി കിഡലിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ റാഫ്റ്റിംഗ് ഒരു അഡ്വഞ്ചർ തന്നെയാണ് ഇവിടെ. അപ്പോൾ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പോവാം. ഇപ്പോൾ അക്കരത്തറായി. അപ്പോൾ നമ്മൾ അകത്ത് കയറി, പാസ് എടുത്ത് അകത്ത് കയറി 120 രൂപയാണ്. ഇതാണ് എലഫൻറ്റിൻ്റെ ഒരു ക്യാമ്പ്. ശരിക്കും പറഞ്ഞാൽ ജംഗിൾസ് ലോഡ്ജ് ആൻഡ് റിസോർട്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ആൾക്കാരുമാണ്. ജംഗിൾസ് ലോഡ്ജ് ആൻഡ് റിസോർട്ട്സ് ലിമിറ്റഡ്, അവരാണ് ഇത് നടത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അകത്ത് കയറിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതിനെ ഉള്ളിലാക്കി ഇപ്പം ഇത്രയും ഈ എലഫൻറ്റുമായിട്ട് ഇത്രയും അടുത്ത് ഇടപഴകാനൊക്കെ വേറൊരു നല്ലൊരു സ്ഥലം വേറെ ഇല്ല. ഉണ്ടാവാം, എന്നാലും ഇത് വളരെ ഫേമസ് ആണ്. ഇത് മുന്നേ വളരെ വർഷങ്ങൾക്ക് പഴക്കമുള്ളതാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഈ എലഫൻറ്റുമായിട്ട് ഇടപഴകാം, അതിൻ്റെ കാര്യങ്ങളൊക്കെ അടുത്തറിയാം, അതിൻ്റെ ഭക്ഷണം, അതിൻ്റെ രീതികൾ, അതിൻ്റെ നടത്തം, ബാത്തിങ്, ഈ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് ഈ ക്യാമ്പിൽ വേണമെങ്കിൽ ഒരു ദിവസം നമുക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ പറയാം ലോഡ്ജസ് ആൻഡ് റിസോർട്ട്സ് ഉണ്ട്. അതിൻ്റെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൾക്കാരുടെ ഇവിടെ ഓഫീസുണ്ട്, അന്വേഷിച്ചാൽ അവർ പറഞ്ഞുതരും. കാവേരി നദിയിൽ ഈ ഒരു ഫോറസ്റ്റിൽ ഈ എലഫൻറ്റ് ക്യാമ്പിൻ്റെ കൂടെ ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരിക്കും അത്. ഒരു ദിവസം വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം, റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോഡ്ജസ് റിസോർട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കണ്ട, ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എലഫൻറ്റിനെയാണ് ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് ഈ മൈസൂർ ദസറക്കെല്ലാം കൊണ്ടുപോകുന്നത്. മൈസൂർ ദസറക്ക് എലഫൻറ്റിനൊക്കെ ശരിക്കും ട്രെയിൻ ചെയ്യിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഇവിടെ ട്രെയിൻ ചെയ്യിക്കാനുള്ള അതിനായിട്ടുള്ള ട്രെയിനേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ ഈ എലഫൻറ്റിന് നടക്കാനുള്ള കൂടുകളൊക്കെ ഉണ്ട്. വലിയ നമ്മളെ മരം കൊണ്ടുണ്ടാക്കിയ കൂടുണ്ടാവില്ല, അത് കുറച്ച് അപ്പുറമുണ്ട്, തൊട്ടപ്പുറമുണ്ട്, അത് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ ട്രെയിനേഴ്സിനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ എലഫൻറ്റ് കളിക്കുന്ന കണ്ട, ചെറിയ ഡാൻസ് പോലെ അവൻ കളിക്കുകയാണ്. മാത്രമല്ല എലഫൻറ്റിൻ്റെ കൂടെ എലഫൻറ്റിൻ്റെ ബാത്തിങ് ഒക്കെ കാണാം. എലഫൻറ്റ് ബാത്തിങ്, എലഫൻറ്റ് കുളിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് പുഴയിലും കുളിക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം കുറവാണ്. എലഫൻറ്റിൻ്റെ കുളി വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. എലഫൻറ്റ് കുളിക്കുന്നതും ബാത്തിങ്ങും അതിനെ ഭക്ഷണം കഴിക്കുന്നത്. അത് ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ അല്ലേ, കരിമ്പ്, ഷുഗർ, ശർക്കര, റാഗി, ഇതൊക്കെയാണ് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഫുഡ് എന്ന് പറയുന്നത്. ആ ഫുഡ് കൊടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും, ഇതിനെ കുളിപ്പിക്കുന്നത് കാണാൻ പറ്റും, ഇതിനെ ആ കൂട്ടിലടക്കുന്നതും അതിനെ പുറത്തെത്തിക്കുന്നതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്തല്ല, ഞാൻ മുമ്പ് വന്ന രാവിലെ ഇവിടെ എത്തേണ്ടത്. ഞാൻ പറഞ്ഞു ആ മഴ കഴിഞ്ഞ സമയത്ത് രാവിലെ ആ തണുപ്പത്ത് നമ്മളിവിടെ 8:30 ആ സമയത്ത് 7:30 മണിക്ക് എത്തിയാൽ നമുക്ക് വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. ആ സമയത്ത് എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചാറ്റൽ, ഈ കാട്ടിൽ നിന്നും കുറച്ചിങ്ങനെ മഴത്തുള്ളികളൊക്കെ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത്. സോ ആ സമയത്ത് നമുക്ക് ഈ ആനയുടെ കുളി ഇതൊക്കെ കാണാം, വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. റിവർ റാഫ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു കാണാമെന്നേ ഉള്ളൂ, എന്നാലും നമുക്ക് കണ്ടിരിക്കാൻ പ്രശ്നമൊന്നുമില്ല. എനിവേ ഇറ്റ്സ് എ ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ഇത് ആൾക്കാരിൽ നിന്നും നമുക്കിതിനെ ഭക്ഷണം കൊടുക്കാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ. ഈ വൈക്കോല് ഈ പിള്ളേർ നമുക്ക് കെട്ടിത്തരും, വൈക്കോല്, പുല്ല്. അപ്പോൾ നമ്മളത് അവർക്ക് ചെറിയൊരു പൈസ കൊടുക്കണം, 40-50 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും, നമ്മളത് നീട്ടി കൊടുത്താൽ അത് തുമ്പിക്കൈനെ കൊണ്ട് വാങ്ങിയിട്ട് കഴിക്കുന്ന നമുക്കതിനെ ഭക്ഷണം ഫുഡ് ഫീഡ് ചെയ്യാം. അണ്ട അത് വാങ്ങി കഴിക്കുന്നുണ്ടോ, ആൾക്കാരിൽ നിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുന്നു. പിന്നെയെന്ന് വെച്ചാൽ വേറെയും ഇതൊരു ഫോറസ്റ്റ്, ഞാൻ പറയില്ല ഫോറസ്റ്റ്, വലിയൊരു കാവേരി നദി ഉൾപ്പെടുന്ന വലിയൊരു ഫോറസ്റ്റ് ഏരിയയാണ് അല്ലേ, വെസ്റ്റേൺ ഗട്ട്സ്. ഈ പുഴയിൽ പോകുമ്പോൾ ചില സമയത്ത് മുതലയൊക്കെ ഉണ്ടാകുന്നു കേട്ടോ, മുതലയുണ്ടാവും. അതുപോലെ ചില അത്ര വിഷമില്ലാത്ത പാമ്പുകളൊക്കെ ഉണ്ട്, കരടികളുണ്ട്, നായ്ക്കളുണ്ട്, അങ്ങനെയുള്ള വലിയൊരു ഫോറസ്റ്റ് ഏരിയ ആണിത്. ലിയോപാഡ്സ് ഉണ്ട്, പുലികളും ലിയോപാഡുകളൊക്കെ ഉള്ള എല്ലാം തന്നെയാണ് ഈ വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഈ കാഴ്ചകളൊക്കെ കണ്ടാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, അവർ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. സോ ഞാനും കുറച്ച് വീഡിയോസൊക്കെ എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി. സോ നമുക്ക് കുറച്ചുകൂടി നടന്നു നോക്കാം, അപ്പുറത്തെ സ്ഥലത്തേക്കെല്ലാം ഒന്ന് നടന്നു നോക്കാം. ഇവിടെ ചെടികളൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിട്ടാ, എന്തോ പുതിയ മരങ്ങൾ നടന്നു അങ്ങനെ എന്തോ ആയിരിക്കണം. വലിയൊരു ഏരിയ തന്നെയാണ്, നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ലൊരു ഏരിയ ആണ്. ഞാൻ മുമ്പ് രാവിലെ വന്നതോട്ട് ഇപ്പോഴത്തെ ഓർക്കുന്നു. ഇപ്പം ഞാൻ വൈകുന്നേരം എത്തി, കാരണം ഒന്നാമത് ഞങ്ങൾക്ക് സമയമില്ല. നമ്മൾ ഒരു ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഓടിപ്പിടിച്ച് വന്നതാണ്.
മടിക്കേരിയിൽ നിന്ന് കുശാൽ നഗറിൽ നിന്ന് ഇവിടത്തേക്ക് വന്നു. അപ്പോൾ അടിപൊളി നല്ല ശാന്തമായ ഇറ്റ്സ് എ പീസ്ഫുൾ സ്ഥലം തന്നെയാണ് ദുബാര എലഫൻ്റ് ക്യാമ്പ്. ആണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, ഒരു 3-4 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാം. രാവിലെ വന്നിട്ട് ജസ്റ്റ് കുറേ സമയം ഇവിടെ ഇരുന്നിട്ട്. ഈ ഭാഗത്ത് ഫുഡൊന്നും കിട്ടൂല കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടാൻ പിന്നെ നമ്മൾ അങ്ങോട്ട് അപ്പുറം പോകേണ്ടി വരും. നമ്മൾ ആദ്യം ഇറങ്ങിയില്ല, അവിടെ പോകേണ്ടി വരും നല്ല ഭക്ഷണമൊക്കെ കഴിഞ്ഞ്. അത് കണ്ടോ നിങ്ങൾ, അതാണ് കൂട്. അവിടെയാണ് ആനയുടെ അതിനെ കൂട്ടുക. നല്ല തടി കൊണ്ടുണ്ടാക്കിയ വലിയ മരങ്ങളൊക്കെയാണ്. ആക്ച്വലി അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ ഡ്രൈ സീസൺ ആയതുകൊണ്ട് ഇവർ കുറച്ച് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ വെള്ളവും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇപ്പോൾ ബാത്തിങ് ഒന്നും അങ്ങനെ കാണാനും പറ്റൂല. ഞാൻ മുമ്പ് വന്ന സമയത്ത് ഈ എന്താ പറയുക, ആനേനെ കൂട്ടിലാക്കുന്നുണ്ടല്ലോ, അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതിനെ കേജിലാക്കുന്നതൊക്കെ. ഇതാണ് ആനയുടെ ആ കുളിക്കുന്ന സ്ഥലങ്ങളൊക്കെ. അവിടെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നതൊക്കെ ഉണ്ട്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല മരങ്ങളുണ്ട്, നല്ല കാറ്റ്, സൂര്യൻ അസ്തമിക്കാൻ പോവാണ്. സോ കുറച്ചുകൂടി കാഴ്ചകൾ കണ്ടിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ദുബാര എലഫൻ്റ് ക്യാമ്പിനോട് വിട പറയാം. നമുക്ക് ഇപ്പോൾ ഏകദേശം മടിക്കേലിൽ 1-2 ദിവസം ഞാൻ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ മടിക്കേൽ കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാം നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾ ഓവർ ഇന്ത്യ ട്രിപ്പാണ്, നമുക്ക് സമയം വളരെ കുറവാണ്. അടുത്ത ഡെസ്റ്റിനേഷനായ മൈസൂർ നമുക്ക് പിടിക്കാനുണ്ട്. മൈസൂർ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആൾക്കാർ ഇവിടെ എൻജോയ് ചെയ്യുന്നു, ഫോട്ടോസൊക്കെ എടുക്കുന്നു. ദുബാര എലഫൻ്റ് ക്യാമ്പ് ഒരുപാട് വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വെൽ ട്രെയിൻഡാണ്. അതായത് ആനയുമായി ഇത്രയും അടുത്ത് ഇടപഴകാൻ വേറൊരു സ്ഥലം നമുക്ക് കിട്ടില്ല. പ്രത്യേകിച്ച് ഫോറിനേഴ്സൊക്കെ, ആനകളില്ലാത്ത രാജ്യത്ത് നിന്ന് വരുന്ന ആൾക്കാർക്ക് ഭയങ്കര കൗതുകമാണ് അല്ലേ. കാരണം ഇപ്പം നിലവിൽ ലോകത്ത് ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആനിമലാണ് എലഫൻ്റ് എന്ന് പറയുന്നത്. ഡിനോസറൊന്നും ഇല്ലല്ലോ. ഡിനോസറൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ എലഫൻറ്റിനെ കാണുമെന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ എക്സ്പീരിയൻസ് ആണ്. ഈ ആനകളില്ലാത്ത യൂറോപ്പിൽ നിന്നൊക്കെ വരുന്ന ചില ആൾക്കാർ, രാജ്യത്തിൻ്റെ ആൾക്കാർ, അവർ വളരെ എന്താ പറയുക, എക്സൈറ്റഡ് ആയിട്ട് ഇതിനെ കാണുക. ഇതാണ്ട വളരെ അത്ര ഒരു ആക്രമണ സ്വഭാവം ഇല്ലാത്ത ഒരു ആനകളാണ്. താഴെ ആ ചെക്കൻ, അതിൻ്റെ ട്രെയിനറുണ്ട്, അവന് ഇതിൻ്റെ വൈക്കോലും ഞാൻ പറഞ്ഞ ഈ ശർക്കര, കരിമ്പിതിൻ്റെയൊക്കെ മിക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, അതിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ നമുക്കും കൊടുക്കാം, ചെറിയൊരു പൈസ അവന് കൊടുത്താൽ മതി. ചങ്ങലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആന. സോ അവർ നല്ല ഇതിൽ എൻജോയ് ചെയ്യുന്നു. ഒരുപാട് ആനകളുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇത് വേറെയും ക്യാമ്പുകളുണ്ട്. കർണാടക എന്ന് പറഞ്ഞാൽ ടൂറിസത്തിൽ ഭയങ്കര മുന്നേറിയ ഒരു സംസ്ഥാനമാണ്. കേരളം ഒന്നുമല്ല, കേരളത്തിനേക്കാൾ ടൂറിസം സെക്ടറേക്കാൾ ഒരുപാട് മുന്നിട്ട വിദേശ നാണ്യം നേടുന്ന ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് പൈസ നേടുന്ന ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത്. കർണാടകനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കേരളത്തിൽ അത്ര ആയിട്ടില്ല. കേരളം ഒരു ഡെവലപ്മെൻറ്റൊന്നും കേരളത്തിൽ കൊണ്ടുവരാൻ ഇപ്പോഴാണ് ചെറുങ്ങനെ ഡെവലപ്മെൻറ്റ് വന്നത്. ഇപ്പോൾ റോഡുകളൊക്കെ വന്നു. മുമ്പൊന്നും ഒന്നുമില്ല, ചെറിയ രീതിയിലൊരു ടൂറിസം മാത്രമേ ഉള്ളൂ. ഞാൻ കേരളത്തെ കുറ്റം പറയുന്നല്ല, സഞ്ചരിച്ചപ്പോഴുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായതാണ്. അങ്ങനെ എന്താ പറയുക, കർണാടക 150-150ഓളം ആനകളുണ്ട് പല ക്യാമ്പുകളിലായിട്ട്. അതിൽ വളരെ മെയിൻ ക്യാമ്പാണ് ദുബാര എലഫൻ്റ് ക്യാമ്പ് എന്ന് പറയുന്നത്. ശരിക്കും മലബാർ ഏരിയയിലുള്ള ആൾക്കാർക്ക് വളരെ സിമ്പിളാണ്. കാസർഗോഡ് നിന്നൊക്കെ ബസ്സുണ്ട്, വിരാജപേട്ടയിലൊക്കെ ഉണ്ട്, കൊടകിലേക്കെല്ലാം, കണ്ണൂരിൽ ബസ്സുണ്ട്, നിന്നൊക്കെ ബസ്സുണ്ട്. സിമ്പിളായിട്ട് വന്നിട്ട് കാഴ്ചകളെ കണ്ടിട്ട് പോവാം. സോ നമ്മളങ്ങനെ കുറച്ച് വിഷ്വൽസൊക്കെ ഇവിടെ നിന്ന് എടുത്തു. ഇനിയിപ്പോൾ ചെറുങ്ങനെ തിരിഞ്ഞു പോകണം. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എലഫൻ്റ് ക്യാമ്പിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പറ്റി പറയുന്ന ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഇവിടെ ഭക്ഷണം കൊടുക്കുന്നു. സോ ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ഗോ. സൂര്യൻ ചെറുങ്ങനെ അസ്തമിക്കാറായി. ഞാനിവിടുന്ന് അടുത്തുനിന്ന് കുറച്ചും കൂടിയും വിഷ്വൽസൊക്കെ എടുത്തു. അവൻ അവിടെ ഇരുന്നിട്ട് അതിൻ്റെ വൈക്കോലൊക്കെ പുല്ലൊക്കെ മെടയാണ് ചെയ്യുന്നത്, അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ഇതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ പറയുന്ന ബോർഡ്സുകളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പുറത്ത് ഏകദേശം വന്നു. പുറത്ത് കണ്ട ഇങ്ങനത്തെ നല്ല എന്താ പറയുക, മാർബിളല്ല, നല്ല ഫ്ലോറൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഒരു ഫോറസ്റ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇത് ദുബാര എലഫൻ്റ് ക്യാമ്പിൻ്റെ അട്രാക്ഷനും കാര്യങ്ങളും അതിൻ്റെ രീതികളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ പോവാം. ഓക്കെ.